വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻഫോ സ്റ്റിച്ചിങ്. ഞാൻ ഷഹീറ സമീർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മാക്സി ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാക്സി ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മീറ്ററിൻ്റെ നൈറ്റി മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 10 ഇഞ്ചസ് ലെങ്ത്തുള്ള 1/2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ടോപ്പൊക്കെ തയ്ക്കുന്നത് പോലെ തന്നെ ഈ നൈറ്റി മെറ്റീരിയലിനെ നമുക്കൊന്ന് 4 ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത്തിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ് നമ്മൾ ഇന്ന് തയ്ക്കുന്നത്. അതായത് ഫ്ലോർ ലെങ്ത് ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് വരുന്നത്. സെൻറ്ററിൽ ഇതുപോലെ എലാസ്റ്റിക് വരും. അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തരാം. ആദ്യം നമുക്കിതെങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഫോൾഡിങ് സൈഡും താഴെ ഓപ്പൺ ആയിട്ടുള്ള സൈഡും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്നും നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്ലോത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നും നമ്മുടെ മുകളിലേക്കാണ് മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 52 ഇഞ്ചസ് ആണ്. അപ്പം ഞാനിവിടെ ഈ ഫോൾഡിങ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ആ 52 ഇഞ്ചിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഉൾപ്പെടെയാണ് 52 ഇഞ്ച് താഴത്തു നിന്നും മേളിലേക്ക് എടുത്തിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഷോൾഡർ വരുന്നത് 13 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം 6.5 ഇഞ്ച്. അത് തന്നെ നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ആം ഹോള് താഴേക്ക് മാർക്ക് ചെയ്ത ഈ പോയിന്റിന്റെ നേരെയാണ് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ആം ഹോളും ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് താഴേക്ക് നമ്മുടെ ഹിപ്പ് വിഡ്ത്തും നമ്മുടെ ഷേപ്പ് വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരുന്ന ബോഡി ലെങ്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചസ് ആണ്. ഈ ഷോൾഡർ പോയിന്റിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്കൊന്ന് 17 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 17 ഇഞ്ചസ് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പ് വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചാണ്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഹിപ്പ് വിഡ്ത്തിൻ്റെയും നമ്മുടെ ചെസ്റ്റ് വിഡ്ത്തിൻ്റെയും സെൻറ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 10 ഇഞ്ചാണ്. ഇത് രണ്ടും കൂടെ വരുന്ന ലെങ്ത്ത്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 5 ഇഞ്ച്. ഈ പോയിന്റിലായിട്ട് നമുക്ക് നമ്മുടെ ഷേപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണ്ട ഷേപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷേപ്പ് വിഡ്ത്തിൻ്റെ 8 ഇഞ്ചസിൽ കൂടെ താഴേക്ക് ഈ 9.5 ഇഞ്ചസിൽ കൂടെ താഴേക്ക് നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെസ്റ്റ് വിഡ്ത്ത് മുതൽ താഴേക്ക് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം. ഇവിടെ 1.5 ഇഞ്ചാണ് ഞാൻ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നത്. ഇവിടെ ഹിപ്പ് വിഡ്ത്ത് വരെ 1.5 ഇഞ്ച് കൊടുക്കും. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കുറച്ച് താഴെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തത് നമ്മുടെ മാക്സി ഡ്രസ്സിന്റെ ബാക്ക് പോർഷൻ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് ഇവിടെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ,
അവിടെ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, സ്റ്റിച്ചിങ് അലവൻസ് ഉൾപ്പെടെ നമുക്ക് 10 ഇഞ്ചസ് വരും. ഈ ഭാഗത്ത് നമ്മൾ ഇതേ അളവ് തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും എടുക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഷേപ്പ് വിഡ്ത്തും ഹിപ്പ് വിഡ്ത്തിൻ്റെ അവിടെ ഒന്നും നമ്മൾ ഷേപ്പ് നോക്കണ്ട, വെറുതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. താഴേക്ക് വെറുതെ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കും. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഷേപ്പ് ഇല്ലാതെയും കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പോർഷൻ നമ്മുടെ എത്രയാണോ ശരിക്കുള്ള ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ചിങ് അലവൻസ് 1.5 ഇഞ്ച് ഉൾപ്പെടെ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇവിടെ സ്ലീവ് മാർക്ക് ചെയ്തിട്ടില്ല, അതും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ പോർഷനിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഇതുപോലെ ഫോൾഡിങ് ആയിട്ടുള്ള സൈഡായിരിക്കും. ആ സൈഡിൽ നമുക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 12 ഇഞ്ചസ് ആണ് സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. അതിനോട് കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ചേർത്ത് 13 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിന്റെ വിഡ്ത്തുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 അളവുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ മോൾ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ചസും കൊടുക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ 13 ഇഞ്ചസിന്റെ അവിടെ നമ്മളിവിടെ സ്ലീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നമ്മുടെ സ്ലീവ് പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ ആദ്യം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ബാക്ക് പോർഷൻ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഞാൻ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഷേപ്പ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതിവിടെ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. നമ്മുടെ ഫ്രണ്ട് പോർഷനാക്കി നമ്മൾ ഉള്ളിൽ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ക്ലോത്തിൽ ഒരെണ്ണം നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പിൽ ബാക്ക് പോർഷനായിട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ഷേപ്പിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. ഇവിടെ നമുക്ക് ആദ്യം ബാക്ക് പോർഷൻ എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ സ്ലീവും എടുത്ത് മാറ്റി വെക്കാം. ഇനി ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഒരു മാർക്കിംഗ് കൊണ്ട് കൊടുക്കാനുണ്ട്. നമ്മൾ സാധാരണ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ യോക്ക് വിഡ്ത്ത് നമ്മൾ അളവിലെടുക്കാറുണ്ട്. ആ യോക്ക് വിഡ്ത്ത് സാധാരണ 15-14 ഇഞ്ചസ് ഒക്കെ നമ്മൾ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ എടുക്കാറുണ്ട്. ആ ഒരു അളവാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഭാഗത്താണ് നമ്മൾ നമ്മുടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യോക്ക് ലെങ്ത് സാധാരണയായി ഫ്രോക്കുകളിലൊക്കെ എടുക്കുന്ന അളവ് നിങ്ങളുടെ കയ്യിൽ ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഒരു 14 ഇഞ്ചസ് ആണ്. അതിനോട് കൂടെ ഒരു 1/2 ഇഞ്ച് ഈ ഷോൾഡറിൽ സ്റ്റിച്ചിങ് അലവൻസ് വരുമല്ലോ, അതും കൂടെ ചേർത്ത് 14.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത് ഒരു 10 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ഹാഫാണ് 5 ഇഞ്ച്. അതായത് നമ്മളിവിടെ ഈ നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്താണല്ലോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതേ പോർഷനിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ക്ലോത്തിൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 14.5 ഇഞ്ച് ലെങ്ത് വരുന്ന ഭാഗത്തായിട്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഫെയ്ഡ് ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ക്ലോത്തിൻ്റെ, അതായത് ഫ്രണ്ട് പോർഷൻ ആണ് ഇത്. ഫ്രണ്ട് പോർഷൻ്റെ ഫെയ്ഡ് ആയിട്ടുള്ള സൈഡിലാണ് നമ്മൾ ഇതുപോലെ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് ഈ എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെയിം കളർ ആയതുകൊണ്ട് അറിയില്ല, ഞാൻ വേറെ കളറിൽ കൊടുക്കാം. ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്റർ നമ്മുടെ ഈ ഫോൾഡിങ് വരുന്ന സൈഡ് ഉണ്ടല്ലോ, സെൻറ്റർ ആയിട്ടുള്ള ഭാഗം, അതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഈ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാക്സിമം വലിച്ച് ഇവിടെ എന്തെങ്കിലും നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം, ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം
ഈ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് എവിടെ നിന്നാണോ നമ്മുടെ എലാസ്റ്റിക് കിട്ടുന്നത് ആ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിച്ചു പിടിച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ ഈ സെൻറ്റർ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നെക്കൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേയിട്ട് നെക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിഫ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസും റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഞാനിവിടെ 5 ഇഞ്ച് ലെങ്ത്തിലുള്ള നെക്കാണ് ചെയ്തെടുത്തേക്കുന്നത്. ബാക്ക് ഞാനൊരു 3 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അത് ജസ്റ്റ് വെറുതെ കട്ട് ചെയ്ത ശേഷം ഈ ക്രോസ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിന് മുന്നേയുള്ള നൈറ്റീസിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. സംശയമുള്ളവർ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നെക്കൊക്കെ ഒന്ന് തയ്ച്ച് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ടും ബാക്കും തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് എങ്ങനെയാണ് വെച്ചെടുക്കുന്നതെന്ന് കാണാം. അപ്പം ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ക്യാൻവാസിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്ക് നെക്ക് ഇതുപോലെ ക്രോസ് പീസിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. ബാക്ക് നെക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ യോക്ക് വരുന്ന ഭാഗത്തായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഭാഗത്ത് നമുക്കൊന്ന് എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഈ ബാക്ക് നെക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എലാസ്റ്റിക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് കാണാം. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. 10 ഇഞ്ചസിൽ മാർക്കിംഗ് ഒക്കെ കൊടുത്തു. അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ഒരു പിൻ കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഈ മാക്സി ടോപ്പ്. ഇപ്പം നമ്മൾ ഒരു ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ടോപ്പിനെ തിരിച്ചിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ എലാസ്റ്റിക് നല്ല ഫിക്സ് ആയിട്ട് ഇവിടെ ഇരിക്കും. അപ്പം നമ്മൾ അടിച്ചതിൻ്റെ പുറമേ കൂടെ തന്നെ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ വലിച്ചു പിടിച്ചിട്ട് തന്നെ വേണം രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ സെൻറ്റർ മാത്രം പ്ലേറ്റ്സ് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്ക് നെക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബാക്ക് നെക്കും ഷോൾഡറും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലീവിനെ അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ സ്ലീവിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. കൂടാതെ ഞാനിവിടെ ചെറിയ എലാസ്റ്റിക് സ്ലീവിലും കൂടെ വെക്കുന്നുണ്ട്. നിർബന്ധമില്ല. എല്ലാവർക്കും സ്ലീവിൽ എലാസ്റ്റിക് വെക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുള്ളവർ മാത്രം സ്ലീവിൽ വെച്ച് കൊടുത്താൽ മതി. അതാണ് ഞാനത് ആദ്യമേ പറയാതിരുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് സ്ലീവിലും കൂടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഓൾറെഡി നമ്മളിത് സ്ലീവ് ഇവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ആദ്യം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് എത്ര മുകളിലേക്ക് കയറ്റിയാണോ നിങ്ങൾക്ക് എലാസ്റ്റിക് വെക്കേണ്ടത് ആ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒരു എലാസ്റ്റിക് എടുത്ത് വലിച്ചു പിടിച്ചിട്ട് അത് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിഡ്ത്തിലുള്ള എലാസ്റ്റിക് എടുത്താൽ മതി. അപ്പം നമുക്ക് ഇവിടെ കൈയൊന്നും വേദന എടുക്കില്ല. വളരെ നൈസായിട്ടുള്ളതായിരിക്കുമല്ലോ നമ്മുടെ എലാസ്റ്റിക്. അതുകൊണ്ട് എപ്പോഴും 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ വെക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ചിൻ്റെ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1/4 ഇഞ്ചിൻ്റെത് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ മാസ്കിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വളരെ നൈസായിട്ടുള്ള ഒരെണ്ണമാണ് ഇവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് നീങ്ങിയിട്ടാണ് ഞാനിവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക്
ഇവിടെ ഫോൾഡ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ, അതിനുശേഷം 2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഇഞ്ച് നമ്മൾ തയ്ച്ചതിൻ്റെ ഈ ഫോൾഡിങ് സൈഡ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മുകളിലേക്ക് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 സ്ലീവിൻ്റെയും ഇതുപോലെ 2 ഇഞ്ച് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു എലാസ്റ്റിക് എടുത്തിട്ട് എത്ര ലെങ്ത് വേണമെന്ന് നമ്മൾ ഇതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിച്ചു പിടിച്ചിട്ട് ഈ പോർഷനിൽ ഫുള്ളായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഭാഗം വലിച്ചു പിടിക്കേണ്ട, അല്ലാണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഒരു 1 ഇഞ്ച് ഇട്ടാൽ മതി. 2 സൈഡിലും ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം നമ്മൾ വലിച്ചു പിടിക്കുക. അപ്പോൾ 2 സൈഡിലും 1 ഇഞ്ച് വലിച്ചു പിടിക്കേണ്ട, സെൻറ്ററിൽ ഫുള്ളായിട്ട് നമ്മൾ എലാസ്റ്റിക് വലിച്ചു പിടിക്കണം. ആ രീതിയിലാണ് നമ്മളിത് ഇവിടെ എലാസ്റ്റിക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം ഞാനിവിടെ നമ്മുടെ 2 സ്ലീവ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 2 സ്ലീവും ബോഡി പാർട്ടിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 സൈഡും നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ടോപ്പിൻ്റെ ഔട്ട്ലുക്ക് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.